വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാവിലത്തെയും വൈകുന്നേരത്തെയും കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതാ രാവിലെ അമ്മ ഇടിച്ചക്കയൊക്കെ അരിഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇടിച്ചക്കയും മമ്പയറും ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇടിച്ചക്കയും മമ്പയറും വെച്ചാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നോക്കുമ്പോൾ അധികം സാധനങ്ങളൊന്നും കറി വയ്ക്കാമല്ലോ കേട്ടോ. അപ്പോൾ മക്കളെ പറഞ്ഞയക്കേണ്ട എന്തായാലും. അപ്പോൾ ഞാൻ ഉള്ളിയും കിഴങ്ങും സോയാബീനും ഇരിക്കേണ്ടിയിരുന്നു. അപ്പോൾ അതിട്ടിട്ടൊരു മസാലക്കറി പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേവിച്ച് കഴിഞ്ഞപ്പോൾ അടുപ്പ് ഒഴിഞ്ഞപ്പോൾ ഞാൻ മമ്പയർ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അതും ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടിച്ചക്കയൊക്കെ അമ്മ അരിഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പോകുന്നതാണ് കിടക്കൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അനുട്ടിക്ക് സ്കൂളുണ്ടെങ്കിൽ അധികം ഒന്നും എടുപ്പിക്കൂല കേട്ടോ. അവൾക്ക് എണീറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാണ്ടാവും, അല്ലെങ്കിൽ എഴുതാണ്ടാവും, അല്ലെങ്കിൽ വൈകി എണീക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒക്കെ സമയം കിട്ടൂല. സമയം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്യിക്കും കേട്ടോ അവളെ കൊണ്ട്, ഇല്ലെങ്കിൽ അവൾ തന്നെ ചെയ്യും. പിന്നെ നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കിടക്കുകയും വിരിയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ. അത് ചെയ്ത് വെച്ചാൽ ഒരു സമാധാനമാണ് പറഞ്ഞില്ലേ. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാവൂലേ. അപ്പോൾ ഇതാ ഇടിച്ചക്കി മമ്പയറൊക്കെ ഒരു 3/4 വേവായിട്ടുണ്ട്. മമ്പയർ ആദ്യം വേവിച്ചതുകൊണ്ട് മുകളിലാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് അടുപ്പത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല. ഇപ്പോൾ ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. മമ്പയറൊക്കെ എല്ലാ ഭാഗത്തേക്കും ആക്കുന്നുണ്ട്. മമ്പയറിലും ഞാൻ ഉപ്പ് ചേർക്കാതെ കേട്ടോ വേവിച്ചെടുത്തത്. കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഒരൊറ്റ വിസിൽ മതി കേട്ടോ. ഇടിച്ചക്കയ്ക്ക് സുഖമാണ് വെക്കാൻ. പിന്നെ കണലുണ്ടായപ്പോൾ അടുപ്പത്ത് തന്നെ വെച്ചോളൂ. അപ്പോൾ ഇതാ ഇന്ന് രാവിലെ ദോശ തന്നെയാണ്. പതിവ് പോലെ എന്നും ദോശ തന്നെയല്ലേ. അപ്പോൾ ഇന്ന് ദോശയ്ക്ക് മാവ് കുറച്ച് കുറവായിരുന്നു. അപ്പം ഞാൻ കുറച്ച് മൈദപ്പൊടി കലക്കിയിട്ട് ദോശയും ചുട്ടു കേട്ടോ. അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് മൈദപ്പൊടി കൊണ്ടുള്ള ദോശ. അപ്പോൾ ദോശയ്ക്ക് ചട്നി ആയിരുന്നു കേട്ടോ. അപ്പോൾ അനുട്ടിക്ക് ഇന്നലത്തെ ചിക്കൻ കറീൻ്റെ കുറച്ചുണ്ടായിരുന്നു, അത് കൊടുത്തു. ചട്നി പറ്റൂലല്ലോ. അപ്പോൾ ഉമ്മർത്തിരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ണൻ്റെ പണികളൊക്കെ എടുക്കുകയാണ്. കുളിക്കാനാകുമ്പോഴേക്ക് താറാവിനെയും കോഴിക്കളൊക്കെ ശരിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ കോഴിക്കൊക്കെ തിന്നാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിൽക്കുകയാണ് നന്ദുട്ടിന് നല്ല ഇഷ്ടമാണ് കേട്ടോ കോഴീനെയും താറാവിനെയും മീനുകളൊക്കെ നല്ല ഇഷ്ടമാണ്. ആ വലിയ കോഴി അങ്കക്കോഴിയാണ് കേട്ടോ. അവിടെ വീട്ടിൽ മുട്ട വെച്ചിട്ട് വിരിഞ്ഞതാണ്. 2 ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുണേനെ പട്ടി പിടിച്ച്, ചെറുപ്പത്തിൽ തന്നെ പട്ടി പിടിച്ചിട്ട് അപ്പോൾ ആളൊറ്റയ്ക്കായി. അപ്പോൾ കോഴികളൊക്കെ അവിടെ തിന്നെയാണ്. അപ്പോൾ ഞാനിവിടെ തുണികളൊക്കെ അലക്കാടട്ടേന്ന് വിചാരിച്ചു കേട്ടോ. ഓരോരോ പണികൾ ഒന്ന് കഴിയുമ്പോഴത്തേനും ഒന്ന് കണ്ടെത്തണമല്ലോ. അപ്പോൾ കുളിമുറിയിൽ കുറച്ചുണ്ടാവും, അതേപോലെ കോണിയമ്മ കുറച്ചുണ്ടാവും. അപ്പോൾ ഓരോരോ സ്ഥലത്താവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പെറുക്കിയെടുത്ത് പിന്നെ മെഷീൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് തരംതിരിക്കൽ കേട്ടോ. മെഷീനിലിടാനുള്ളത് അപ്പം തന്നെ മെഷീനിലിട്ടേക്കും. തിരുമ്പാനുള്ളത് വേഗം കല്ലുമ്മ കൊണ്ടേക്കുന്ന വേഗം തിരുമ്പിയെടുക്കാമല്ലോ. പിന്നെ മെഷീനിൽ എന്നും തിരുമ്പൂല കേട്ടോ. 2 ദിവസം കൂടുമ്പോഴേ തിരുമ്പുള്ളൂ. എന്നും തിരുമ്പാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ 2 ദിവസം കൂടുമ്പോൾ അങ്ങനെ ചെയ്യും. അപ്പോൾ അനുമോളെ ചായയുടെയൊക്കെ കഴിഞ്ഞ് അനുമോള് പാത്രം കഴുകി വയ്ക്കുകയാണ് കേട്ടോ. ആദ്യമൊക്കെ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ അങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കും കേട്ടോ. എനിക്കിഷ്ടമല്ല അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഓളിപ്പോൾ എന്തായാലും കഴുകാനൊക്കെ ആയിട്ടുണ്ടല്ലോ, അടിക്കാനും വാരാനും കഴുകാനൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ കഴിയണത് എന്താണെന്ന് വെച്ചാൽ എടുപ്പിച്ചുകൊണ്ട് വന്നിട്ട് എപ്പോഴും പറയും കേട്ടോ. ഓൾക്ക് പറ്റുന്ന എന്താ വെച്ചാൽ ചെയ്യിച്ചുകൊണ്ട് പറയും. അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളില്ലേ, അപ്പോൾ ഇനി നേരം വൈകുള്ളൂ വിചാരിച്ചിട്ട് ഞാൻ അവിടെ വെക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ മുറിക്കോളായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ അവിടെ പാത്രം കണ്ടാൽ അതൊക്കെ കഴുകിക്കും കേട്ടോ. ഒരിപ്പോൾ പഠിക്കണതല്ലേ, വലിയതായാലും പഠിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഉപ്പേരി ഒന്ന് ഇളക്കി നോക്കുകയാണ്. ഉപ്പൊക്കെ ഇട്ട് വെച്ചതായിരുന്നില്ലേ, അപ്പോൾ ഉപ്പുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പ് നോക്കാൻ ഞാൻ അമ്മയ്ക്കും കൊടുത്തു നോക്കിട്ടോ. ഞാൻ എന്തിൽ ഉപ്പിട്ടാലും ഉപ്പ് തന്നെ ഉണ്ടാവില്ല. അമ്മ ഉപ്പിടണം, എന്നാലും ഉപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അമ്മയും തിന്ന് നോക്കിയിട്ട് ഉപ്പില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മേനോട് തന്നെ ഇടാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ഉപ്പ് കഴിഞ്ഞ് ഞാൻ ഇട്ട കയറുള്ളൂ പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ എന്നെ ഇട്ടേരിയാണ്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അത് അമ്മേനോട് ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ ഒരാളൊപ്പം ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് പറഞ്ഞില്ലേ. തലേ ദിവസം തന്നെ ചോദിക്കട്ടോ, നാളെ എന്താ അമ്മ കറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ നാളെ എന്താ അമ്മ കടി ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചോദിക്കട്ടോ. അപ്പം എന്നാൽ എല്ലാവരും അഭിപ്രായത്തിനും അനുസരിച്ച് ചെയ്യാമല്ലോ വിചാരിച്ചിട്ട്. എൻ്റെ ഇഷ്ടം മാത്രം നോക്കണ്ടല്ലോ. അപ്പോൾ ഉപ്പേരിയൊക്കെ വറവിട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. കുറച്ചുകൂടി വെള്ളം വറ്റാണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് വറ്റി കിട്ടട്ടെ എന്ന് വെച്ചിട്ട് കണലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ചുകൂടി പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉപ്പേരി വറ്റൽമുളകും കടുകും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് വറുത്തെടുത്തതാണ്. എനിക്ക് സത്യത്തിൽ ഇഷ്ടം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ട് വറവിടുന്നതാണ്. പക്ഷെ ഇവിടെ അധികം ആർക്കും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇനി മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ചോറൊക്കെ ആക്കുകയാണ്. അപ്പോൾ ഉപ്പേരി വേവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഒരു ഇടിച്ചക്ക ഉപ്പേരി നല്ല ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഉപ്പേരി ആയിട്ടോ. ഇനിയിപ്പോൾ 2 ഉപ്പേരിയും കൂടി വേണ്ടാന്ന് വെച്ചിട്ട് ഈ മസാലക്കറി മാത്രം ആക്കുകയാണ്. സോയാബീനല്ലേ നല്ല ഇഷ്ടമാണ്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ കൊടുക്കണ്ടേ, കുറച്ചധികം തന്നെ ആക്കി കൊടുക്കണുണ്ട് കേട്ടോ.
അപ്പോൾ രാവിലെ നീക്കുമ്പോൾ തന്നെ ഞാൻ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടേക്കും കേട്ടോ, വട്ടയപ്പം ഉണ്ടാക്കാനും വെള്ളയപ്പം ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ വട്ടയപ്പത്തിന് കുറച്ച് നേരത്തെ അരച്ച് വെക്കണമല്ലോ, അപ്പോൾ അതിന് തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മക്കളെ സ്കൂളിലേക്ക് വിട്ടിട്ട് വേണം അതൊന്ന് അരച്ച് വെക്കാൻ. ഒരു 9:30 ആകുമ്പോൾ അരച്ച് വെക്കും. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേന് നന്നായി പൊങ്ങി കിട്ടും കേട്ടോ. എന്നാൽ അടുപ്പത്ത് തന്നെ വെക്കാം. അപ്പം ഞാൻ ഒരുക്ക് ചോറൊക്കെ ഇതുപോലെ ഒരു തുണിയിൽ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ അട്ടിപ്പാത്രത്തിൻ്റെ അടപ്പ് പോരൂല കേട്ടോ. നമ്മളൊക്കെ സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോയ ദിവസങ്ങളിൽ മിക്ക ദിവസങ്ങളിലും ചോറ് ബാഗിലാവും കേട്ടോ. പാത്രത്തിൻ്റെ അടപ്പ് എപ്പോഴും തുറന്നു പോരും. ഇപ്പോൾ പിന്നെ സ്കൂളിൽ നിന്ന് തന്നെ പറഞ്ഞു കേട്ടോ, എന്തെങ്കിലും ഒരു തുണിയിലോ ഒരു ടവലിലോ കെട്ടിക്കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ കവറിലാക്കിയിട്ടാണ് ബാഗിലും വെക്കുക കേട്ടോ. അപ്പോൾ അനുമോക്ക് കവർ ആ ബാഗിൽ തന്നെ ഉണ്ടാവും, കണ്ണന് കവറൊന്നും ഉണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ സ്കൂളിൽ മിക്ക ദിവസങ്ങളിലും സ്കൂളിൽ വെച്ച് പോന്നിട്ടുണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം പിന്നെ വെള്ളം കൊണ്ടുപോകില്ല കേട്ടോ. വെള്ളം സ്കൂളിൽ നിന്ന് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകില്ല. അപ്പോൾ ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് പോകാനിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ണൻ പോയി. ഇനിയിപ്പോൾ ഇടിച്ചക്കയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ അടുപ്പത്ത് തന്നെ മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ കടയ്ക്ക് കൊണ്ടുപോകാനുള്ള മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കഴിയുമ്പോഴത്തേനും ഒന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം പണി വരും കേട്ടോ. ഒരു പണി കഴിയുമ്പോൾ ഒരു പണി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടുക്കള പണി തീരും. പിന്നെ അടുപ്പും തന്നെ നന്നായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പത്ത് വെക്കാനേ തോന്നുള്ളൂ കേട്ടോ. ഈ മഴക്കാലമൊക്കെ ആയാൽ സത്യത്തിൽ മടിയാവും അടുപ്പത്ത് വെക്കാൻ. വിറകൊക്കെ തണുത്തിട്ട് കത്ത് തന്നെയല്ല. അപ്പോൾ മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കല്ലുപ്പ് ചേർക്കുമ്പോൾ നമ്മൾ പറയുക പൊട്ടിപ്പോവില്ല, പിന്നെ തോടൊക്കെ വേഗം പൊളിക്കാൻ കിട്ടുന്ന പറയുക കേട്ടോ. അപ്പോൾ അങ്ങനെ കല്ലുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വട്ടയപ്പത്തിന് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറും നാളികേരവും ഏലക്കായും പഞ്ചസാരയും ഈസ്റ്റൊക്കെ ചേർത്തിട്ട് അരച്ച് വെക്കുകയാണ്. അപ്പോൾ ചോറ് റൈസ് കുക്കറിലുണ്ട്. അപ്പോൾ അതൊന്ന് വെന്തോ നോക്കുകയാണ്. 2-3 പ്രാവശ്യം നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. നല്ല വേവുള്ള അരി ആയതുകൊണ്ട് കുറേ സമയം എടുക്കും കേട്ടോ. ഒരു 3 മണിക്കൂറെങ്കിലും എടുക്കും വേവാനായിട്ട്. അപ്പോൾ ചോറൊക്കെ വെന്തിട്ടുണ്ട്. അതൊന്ന് വാർത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പൊക്കെ എല്ലാവരും അധികം ആൾക്കാരും ഊറ്റിയെടുക്കലാവൂലേ. എനിക്കിതാണ് കേട്ടോ സുഖം. അതവിടെ വാർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് നോക്കണ്ടല്ലോ. ഊറ്റിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നിൽക്കണം. പിന്നെ റേഷനരി ആണെങ്കിൽ ഊറ്റണതാണ് കേട്ടോ എനിക്കിഷ്ടം. ഇതുപോലെ വാർത്ത് വെക്കണ ഇഷ്ടമല്ല. വാർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടിയും കട്ടയാവും. അപ്പോൾ ഊറ്റിയെടുക്കുകയാണെങ്കിൽ നല്ല ചോറാവും കേട്ടോ. അപ്പോൾ റേഷനരി ഊറ്റിയെടുക്കും. വേവുള്ളതാണെങ്കിൽ ഇതേപോലെ വാർത്ത് വയ്ക്കും കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് വേറെ വേറെ പണികൾ എടുക്കാമല്ലോ. അപ്പോൾ അതൊക്കെ വാർത്ത് വെച്ചിട്ട് ആ റൈസ് കുക്കർ ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട്. ആവിയായിട്ട് വെള്ളം ഉണ്ടാവും കേട്ടോ അതിൽ. അപ്പോൾ അതൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ചോറത്തെ വെള്ളമൊക്കെ പോയതിന് ശേഷം വീണ്ടും ആ റൈസ് കുക്കറിലേക്ക് തന്നെ വെക്കും കേട്ടോ. എന്നാൽ രാത്രി ആയാലും നല്ല ചൂടുണ്ടാവും. അപ്പം ഇനിയിപ്പോൾ ഇന്ന് കറിക്ക് പ്രത്യേകിച്ച് പച്ചക്കറിയൊന്നും കാണാനില്ല. അപ്പം ഞാൻ കുറച്ച് മുരിങ്ങയില പൊട്ടിച്ചുടുന്നു. അത് താളിക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുറേ ദിവസമായി താളിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പം നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണല്ലോ മുരിങ്ങ താളിപ്പൊക്കെ. മുരിങ്ങ താളിച്ചതും ഒരു മീൻ വറുത്തതും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അപ്പം ഇന്ന് മീനൊന്നുമില്ല, മുരിങ്ങയൊക്കെ താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറിയുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും കാന്താരിയും കൂടി മൂപ്പിച്ചിട്ട് അതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുത്തിട്ട് താളിച്ചതാണ് കേട്ടോ. കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് താളിച്ചതാണ്. പിന്നെ ഇടിച്ചക്കയും മമ്പയറും ഉപ്പേരി, അതുപോലെ ഒരു അടിപൊളി തേങ്ങാ ചമ്മന്തി ഉണ്ട് കേട്ടോ. നാളികേരവും പുളി കാന്താരി ചെറിയുള്ളി ഉപ്പും കൂടിയും ചേർത്തിട്ട് അരച്ചതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് ചോറിന് കറി കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടിട്ട് കടയ്ക്ക് പോയിരുന്നു. കടയിൽ നിന്ന് പിന്നെ ഇന്ന് കുറച്ച് നേരത്തെ പോന്നു കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് ഏട്ടനും അച്ഛനും ഉണ്ടല്ലോ. അപ്പം ഇന്ന് വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് പണിയുണ്ട്. അത് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരത്തെ പോന്നു. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ തുണികളൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ വിചാരിച്ചിട്ടോ. ഞാൻ വന്നിട്ടില്ലെങ്കിൽ അമ്മ അത് എടുത്ത് വയ്ക്കും. അപ്പോൾ അമ്മ അവിടെ മുറ്റടിക്കുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്ന് കുറേ തുണിയുണ്ട് കേട്ടോ. 2 ദിവസം കൂടുമ്പോൾ തിരുമ്പുകയാണെങ്കിൽ ഇങ്ങനെ കുറേ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ കൊടുന്നിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കണം. അപ്പോൾ അനുട്ടിയും കൂടി തന്നിട്ടുണ്ട് മടക്കി വെക്കാനൊക്കെ. അപ്പോൾ ഇനി കുറച്ച് വിറക് എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ വിറകും ചകിരിയൊക്കെ രാവിലത്തേക്ക് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ നല്ല പണിയാണ് കേട്ടോ. ഇനി ഒഴിവ് കിട്ടുമ്പോൾ വേണം കുറച്ചധികം വിറക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇതിന് നിൽക്കണ്ടല്ലോ. ഇതൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അമ്മ ചെയ്യണ പണിയാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാൻ തന്നെ പോണതിൻ്റെ മുന്നേ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകും കേട്ടോ. അമ്മയ്ക്ക് എപ്പോഴും
എല്ലാ സമയത്തും ഒരേപോലെ ആവില്ല കേട്ടോ, എപ്പോഴാണ് വയ്യാതെ ആവുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഒരുവിധം പണിയൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ട് തന്നെയാണ് പോകല്. പിന്നെ ചില ദിവസങ്ങൾ തിരക്കാവുമ്പോൾ ഇട്ടിട്ട് പോവും. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് കഴിയുമ്പോൾ അമ്മ ചെയ്തേക്കും. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വൈകുന്നേരം വന്നിട്ട് ചെയ്യും കേട്ടോ, അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. അപ്പോൾ ചകിരി ഇതുപോലെ ചാക്കിൽ നിറയെ കൊണ്ടുവയ്ക്കും കേട്ടോ. അപ്പോൾ ഇന്ന് പോർച്ചൊന്ന് കഴുകണം, കുറേ ദിവസമായി കഴുകിയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്ന് കുറച്ച് നേരത്തെ കടയിൽ നിന്ന് പോകുന്നത്. അപ്പോൾ നന്ദൂട്ടിയും കൂടി തരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഉരയ്ക്കുകയാണെങ്കിൽ വേഗം ചളി പോകും കേട്ടോ. എന്നും കണ്ണനും അനുട്ടി അമ്മയൊക്കെ കൂടി തരലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു. വൈകുന്നേരം ആയാൽ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വയ്യായി ഇങ്ങനെ തുടങ്ങും കേട്ടോ. പകലങ്ങനെ നടക്കും, വൈകുന്നേരം ആകുമ്പോഴത്തേന് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാനും കൂടി തരണ്ടെന്ന് പറഞ്ഞു. കണ്ണന് പഠിക്കാണ്ട്, കണ്ണന് എക്സാമാണ്, പിന്നെ അനുട്ടിക്കും പഠിക്കാണ്ട്. അപ്പം ഞാനും നന്ദുട്ടി അങ്ങനെ ഉരച്ച് കഴുകിട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഇവിടെ കഴുകലുള്ളത്, എന്നൊന്നും കഴിയില്ല കേട്ടോ. അപ്പോൾ രാത്രി നമ്മളിതൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴും എടുക്കാൻ കൂടില്ല കേട്ടോ. നമ്മൾ എടുക്കണമെന്ന് വിചാരിക്കല്ലാതെ എടുക്കാൻ കൂടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. താങ്ക്